എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും അതിൽ വിജയിക്കണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ വിജയിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ പരാജയം ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ജീവിതപാതയിൽ ചില ഘട്ടങ്ങളിൽ പരാജയം നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചില തടസ്സങ്ങൾ കൊണ്ടുള്ള പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പരാജയത്തിൽ മറ്റുള്ളവർക്ക് ആർക്കും പങ്കില്ല. നമ്മുടെ ഉള്ളിലുള്ള തടസ്സങ്ങൾ കൊണ്ട് മാത്രമുള്ള പരാജയമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ തടസ്സം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തുടക്കത്തിൽ തന്നെ ഇപ്പോൾ വേണ്ട, അത് പിന്നെ ചെയ്യാമെന്ന് മാറ്റിവെക്കുന്നവർ. അല്ലാതെയും കുറച്ച് ചിലരുണ്ട്. ചെയ്ത് പകുതി എത്താനാകുമ്പോൾ ആ കാര്യം ഉപേക്ഷിച്ച് മാറുന്നവർ. വേറെ കുറച്ച് പേരാകട്ടെ വിജയത്തിൻ്റെ തൊട്ടു മുന്നേ ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്ന് ചിന്തിച്ച് മാറുന്നവരുമുണ്ട്. ചില ആളുകളുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില നിസ്സാര കാര്യങ്ങൾ പറയും. മഴ കാരണം ഞാൻ അത് ചെയ്യാൻ പറ്റിയില്ല, മഴ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു മാറുന്നവർ. എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്. അവന് ജോലി വേണം, പക്ഷേ അവന് ജോലിക്ക് പോകാൻ മടിയാണ്. അപ്പോൾ ഒരു ജോലി ഞാൻ ആക്കി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അന്ന് പോകുന്ന ദിവസം ഞാൻ ചോദിച്ചു, പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോയില്ല, നല്ല മഴയായിരുന്നു എന്ന്. അത് കഴിഞ്ഞ വർഷമായിരുന്നു. അത് കഴിഞ്ഞ് ഈ വർഷം അതുപോലൊരു ജോലിക്ക്. അപ്പോൾ അവനത് പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് കുറേ ദൂരം നടക്കാനുണ്ട്, നല്ല വെയിലാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകാതെ ഇരിക്കുന്നത്. അങ്ങനെ ഇത്തരം നമ്മുടെ ഉള്ളിലുള്ള തടസ്സങ്ങൾ കൊണ്ട് നമ്മളെ വിജയത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവർ. വേറെ ചിലരാകട്ടെ പ്രായമായി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ. എനിക്ക് പ്രായമായി, ഇനിയിപ്പം ഞാനത് ചെയ്താലൊന്നും ശരിയാവില്ല, പണ്ടാണെങ്കിൽ ഞാൻ അതിൽ വിജയിച്ചേനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർ. ഞാനിപ്പോൾ ഈ അടുത്തൊരു പ്രായമുള്ളൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അവർ റിട്ടയർ ചെയ്തു, വീണ്ടും അവരൊരു സംരംഭം തുടങ്ങി, അത് വലിയ വിജയത്തിലെത്തിയിരിക്കുന്നു. അത്യാവശ്യം പ്രായമുണ്ട് അവർക്ക്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം ആളുകളും നമ്മുടെ കൂടെയുണ്ട്. അപ്പം അതുപോലെ നമ്മൾ പ്രായം ഒരു പ്രശ്നമായി കരുതാതെ എന്ത് കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് വരിക. നമ്മൾ കണ്ട് വളരെ പ്രായമായി 85ഉം 90ഉം ഒക്കെ വയസ്സായ പ്രായമുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ്. അപ്പം നമ്മുടെ മനസ്സാണ് നമ്മളെ ഇതിനൊക്കെ സഹായിക്കുന്നത്. അപ്പം പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. മറ്റു ചിലരാകട്ടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പരാജയപ്പെടും എന്ന് ഉറച്ചു വിശ്വസിച്ചിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതിൽ പരാജയപ്പെടുകയോ ജയിക്കുകയോ എന്തെങ്കിലും ആവട്ടെ. പക്ഷേ പരാജയപ്പെടും എന്ന് ചിന്തിച്ച് ഇരുന്നാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. പരാജയം വരും പോകും. പരാജയത്തെ പേടിച്ചിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരാജയത്തെ മറന്ന് ധൈര്യമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മുടെ ഈ മടിയും അലസതയും എല്ലാം മാറ്റി ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിനുവേണ്ടി കഠിന പരിശ്രമം ചെയ്ത് എന്ത് തടസ്സങ്ങളുണ്ടായാലും വിജയത്തിലെത്താനായി, ഒരു ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മൾ സ്വയം തന്നെ ശ്രമിക്കാൻ തയ്യാറാവുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിനെ മുറുകെ പിടിച്ച് ആ മനസ്സിൽ ആ ശക്തി ആർജിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.